ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ ഞങ്ങളൊരു മെൻസ്ട്രൽ അവയർനെസ് റൈഡ് ലേഡീസിന് മാത്രം എന്നൊക്കെ പറഞ്ഞ് പ്ലാൻ ചെയ്തിരുന്നു. വളരെ ലാസ്റ്റ് മിനിറ്റ് ആയതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും ഉണ്ടായിരുന്നു, ഞാനും റിയയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞങ്ങൾ ആദ്യം രാവിലെ തന്നെ ഇറങ്ങി ഒരു ചായയൊക്കെ കുടിച്ച് കയ്യിലുള്ള മുട്ടയൊക്കെ കഴിച്ച് ട്രിപ്പൊന്ന് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ പോണ വഴിക്കാണ് ഞങ്ങളൊരു പാറ കണ്ടത്. ഈ പാറയുടെ അടുത്തൊരു ചെറിയ അരുവി ഉണ്ടായിരുന്നു. അപ്പോൾ ആ പാറയുടെ അടുത്ത് പോയപ്പോൾ വേഴാമ്പലിൻ്റെ സൗണ്ട് കുറേ കേട്ടു, പക്ഷേ നമുക്കത് കാണാനൊന്നും പറ്റിയില്ല. അങ്ങനെ ഞങ്ങൾ പിന്നെയും മുന്നോട്ട് പോയി അതിരപ്പള്ളി വാട്ടർഫോൾസിൻ്റെ അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തു. പോണ വഴിക്ക് ഞങ്ങൾ ആനപ്പിണ്ടമൊക്കെ കണ്ടിരുന്നു, കുറേ കശുവണ്ടിയൊക്കെ ഉള്ള ആനപ്പിണ്ടം. അപ്പോൾ നന്നായിട്ട് കശുമാങ്ങയൊക്കെ കഴിച്ച് വന്ന ആനയായിരിക്കും. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നപ്പോൾ തന്നെ ഈ വാട്ടർഫോൾസിൻ്റെ അവിടെ വെച്ച് നമ്മുടെ മലയണ്ണാൻ എന്ന് പറയുന്ന ഗ്രേറ്റ് ഇന്ത്യൻ സ്ക്വിരൽ അല്ലെങ്കിൽ മലബാർ ജയൻറ്റ് സ്ക്വിരൽ എന്ന് പറയുന്ന മലയണ്ണാൻ്റെ കൂട്ടത്തെ കണ്ടു. അപ്പോൾ ഒരാളെ മാത്രമേ കിട്ടിയുള്ളൂ. അങ്ങനെ ഞങ്ങൾ അവിടെ ആളെയൊന്നും കാണാത്തതുകൊണ്ട് അങ്ങനെയും ഞങ്ങൾ ഓടിച്ചുകൊണ്ട് പോയി. വഴിയരികെ കാണുന്നുണ്ട് ആന ഇറങ്ങുന്നതൊക്കെ, എന്നാലും നമ്മളിങ്ങനെ ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ ഞങ്ങളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വേഴാമ്പലിൻ്റെ കോള് കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വേഴാമ്പലിനെ കാണുമ്പോൾ മഴക്കാലത്തൊക്കെ വളരെയധികം വെള്ളമുള്ള നമ്മുടെ പുഴയാണ്. പക്ഷെ ഇപ്പം എന്തായാലും വെള്ളം അധികമില്ല. അപ്പോൾ ഞങ്ങൾ ഇവിടെയാണ് പല വ്ളോഗർമാരും കണ്ടിട്ടുള്ളത് നമ്മുടെ വേഴാമ്പലിനെ. അപ്പോൾ ഞങ്ങളും അവിടെ കുറച്ച് നേരം നോക്കി നിന്നു, ഒന്നും കണ്ടില്ല. പിന്നെ ഞങ്ങൾ വഴിയിൽ പലയിടത്തും നിർത്തി. അപ്പോൾ പലപ്പോഴും പോലീസ് വന്ന് പറഞ്ഞു, മക്കളെ ഇവിടെ ആന ഇറങ്ങുന്ന സ്ഥലമാണ്, വിട്ടോ എന്ന്. പിന്നെ ഞങ്ങളും ജീവനിൽ ഭയമുള്ളതുകൊണ്ട് ഞങ്ങൾ വേഗം ഓടി. അപ്പോൾ ജീവനിൽ ഭയമല്ലോ, ജീവനിൽ കൊതിയുള്ളതുകൊണ്ട് ഞങ്ങളും അവിടെ നിന്നൊക്കെ വേഗം ഓടി. അങ്ങനെ പല സ്പോട്ടും ഞങ്ങൾ നോക്കി നിന്നു. അപ്പോൾ ഈ അടുത്ത് ഞാൻ എവിടെ പോയാലും അവിടെയൊക്കെ വൈൽഡ് ആനിമൽസ് ഇറങ്ങുന്നതുകൊണ്ട് ഞാനും വിചാരിച്ചു ശരിയാ, കുറേ നിൽക്കണ്ട, പോകാം. അങ്ങനെ ഞങ്ങൾ ഇതൊക്കെ നോക്കിയിരുന്ന് കുറച്ച് പ്രകൃതി സൗന്ദര്യവും ഞങ്ങളുടെ സൗന്ദര്യമൊക്കെ ആസ്വദിച്ച് അങ്ങനെ ഇരുന്നപ്പോൾ വഴിയിലൊരു പാറ കണ്ടപ്പോൾ എനിക്ക് കയറണം, ഒടുക്കത്തെ കൊതി. അപ്പോൾ റിയ ആദ്യം പറഞ്ഞു ഞാൻ ഇത്തിരി കയറുള്ളൂ, വരില്ല എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഞാനങ്ങ് വലിഞ്ഞ് കയറണം കണ്ടപ്പോൾ പുള്ളിക്കാരിക്ക് അവിടെ ഇരിക്കാൻ പറ്റിയില്ല. പുള്ളിക്കാരി തന്നെ എന്നാൽ ഞാനും വരാം. അങ്ങനെ ഞാൻ ആദ്യം വലിഞ്ഞ് കയറി. അത് കുഴപ്പമൊന്നുമില്ല, സാധാരണ നല്ല വെള്ളച്ചാട്ടമുള്ള ഒരു പാറയാണ് നമ്മൾ അതിരപ്പള്ളി കഴിഞ്ഞിട്ട് കാണുന്നത്. പക്ഷേ നമുക്ക് ഈ ഒരു സ്പോട്ടിൽ ഇപ്പം വെയിലായതുകൊണ്ട് വെള്ളമൊന്നും ഇല്ലാണ്ട് വഴുക്കലൊന്നുമില്ല, സുഖമായിട്ട് കയറാം. 1-2 സ്ഥലത്ത് ഇച്ചിരി സ്റ്റീപ്പാണ്, ബാക്കിയെല്ലാം നല്ല രസമായിട്ട് കയറാവുന്നതാണ്. അപ്പോൾ അങ്ങനെ ഞാനും റിയയും കൂടെ മേളിൽ കയറി ഞങ്ങൾക്ക് കുറച്ചും കൂടെ പോകണമെന്നുണ്ടായിരുന്നു. പക്ഷേ അത് ഇത്തിരി ധൈര്യക്കുറവുണ്ടായിരുന്നു. അങ്ങോട്ട് വല്ല ആനയും വരുമോ അല്ലെങ്കിൽ ഫോറസ്റ്റുകാർ വന്ന് നമ്മളോട് വേറെ പണിയില്ലേന്ന് ചോദിക്കുമോ, മതിയാക്കാൻ പറയുമോ എന്നൊക്കെ ഒരു പേടി. എന്നാലും നല്ല രസമുള്ളൊരു സാധനമായിരുന്നു. അപ്പോൾ ഞങ്ങളിങ്ങനെ മേളിൽ നിന്ന് ഞാൻ റിയയ്ക്ക് കാത്തിരിക്കുക, റിയ ഇങ്ങനെ പയ്യെ കയറി വരണോ വേണ്ടേ സംശയിച്ചിരിക്കുകയായിരുന്നു. അവസാനം പുള്ളിക്കാരിയെയും കൊതിപ്പിച്ച് അങ്ങ് റിയയും കയറി. ഞങ്ങൾ കയറി മേളിൽ വന്നപ്പോൾ താഴെ ഒരു സ്പോട്ടായിട്ട് നമ്മുടെ വണ്ടി കാണാം. അപ്പോൾ അതിന് സ്കൂട്ടറിൽ പോകുന്നത് വട്ടാണെന്ന് പലർക്കും തോന്നാം. എന്നാലും സ്കൂട്ടർ പോയിട്ടുള്ളതുകൊണ്ട് അതിൻ്റെ ഒരു രസമുള്ളതുകൊണ്ട് നമ്മളങ്ങ് പോകാമെന്ന് വിചാരിച്ചു. പിന്നെ ആരും ഇല്ലായിരുന്നു, അധികം ആരും ഇല്ലാത്തതുകൊണ്ട് ഒറ്റ വണ്ടിയിൽ തന്നെ പോകാമെന്ന് വിചാരിച്ചു. ഒറ്റ സ്കൂട്ടറിൽ തന്നെ കയറിപ്പോയി. അങ്ങനെ ഞങ്ങൾ പോയി പാറയൊക്കെ ആസ്വദിച്ച് തിരിച്ചിറങ്ങാം വിചാരിച്ചു. പിന്നെ അവിടെ പെൻ സ്റ്റോക്ക് നമ്മൾ വെള്ളം വരുന്ന വഴിയൊക്കെ ഒന്ന് നോക്കി അവിടെ 2 ഫോട്ടോ ഒക്കെ എടുത്ത്. നമ്മൾ എവിടെയും ക്ലാസ് ഒന്നും അങ്ങനെ എടുക്കാൻ പറ്റിയില്ല, ആളും തിരക്കും കൂടുതലായിരുന്നു. അത് മഞ്ഞക്കിളി കണ്ടോ, ഗോൾഡൻ ഓറിയോൾ എന്ന് പറയുന്ന മഞ്ഞക്കിളി ഞങ്ങൾ കണ്ടു. വളരെയധികം സൂം ചെയ്തെടുത്ത്, അല്ലാതെയൊക്കെ എടുക്കാൻ നോക്കിയിട്ടൊന്നും അത്ര ശരിയായില്ല. പിന്നെ നമ്മുടെ നീൽഗിരി ലാംഗൂർ അല്ലെങ്കിൽ നമ്മുടെ കരിങ്കുരങ്ങ് എന്ന് പറയുന്നത് ഈ കടലിൽ ഏറ്റവും അധികം കാണുന്ന ഒരു കുരങ്ങനാണ്. ആൾക്കുരങ്ങ് കഴിഞ്ഞ് സാധാരണ കുരങ്ങ് കഴിഞ്ഞ് കാണുന്നതാണ്. ഞാനിങ്ങനെ പല രീതിയിൽ സൂം ചെയ്യാൻ നോക്കുകയാണ്. സൂം ചെയ്തു, കിട്ടി, ചാടുകയാണ്. കുറേ പേരുണ്ടായിട്ടോ ഇവിടെ. അത് കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നപ്പോൾ വഴിയിൽ നമ്മുടെ റെഡ് വിസ്കേർഡ് ബുൾബുൾ അല്ലെ ഇരട്ടിത്തൽച്ചി ആക്സിഡൻ്റായി. പാവത്തിന് എന്തായാലും വഴിയിൽ നിന്ന് മാറ്റിയിട്ടു. അത്ര തന്നെ. പിന്നെ നമ്മൾ തിരിച്ച് ഇങ്ങ് പോകുന്നു. അതിന് ഭക്ഷണം കഴിച്ചു തിരിച്ചിങ്ങ് പോന്നു. ഇത്ര തന്നെ ഞങ്ങളുടെ ഇന്നത്തെ ട്രിപ്പ്.